ദേഷ്യം കുറയ്ക്കാനുള്ള ഒറ്റമൂലി ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് എനിക്ക് ഇത്രയും സൗകര്യങ്ങളുണ്ട്, അതിൽ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദേഷ്യപ്പെടാനുള്ള സമയം ഉണ്ടാവില്ല, ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടായി കൊണ്ടുവരുമ്പം ഓട്ടോമാറ്റിക്കലി ഒരാളുടെ ഉള്ളിൽ ദേഷ്യം കുറയും. അതിനാണ് ഈ ധ്യാനങ്ങളും ഇതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രോസസ്സുകൾ ഒക്കെ ചെയ്യുന്നത്, അത് കുറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചില ആൾക്കാരുടെ പ്രകൃതമാണ് ഷോർട്ട് ടെമ്പേർഡ് ആവുക എന്നുള്ളത്, അത് ഇമോഷണൽ ഇല്ലിറ്ററസിയാണ്. സാവധാനത്തിൽ അവർക്കിത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതാവുമ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത്. നമ്മൾ വിചാരിച്ചതുപോലെ ഈ ലോകത്ത് ഒരു കാര്യം നടക്കണം ഒരു ഉറപ്പില്ല, ഒരു നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കിയാൽ തീർന്ന്. വിചാരിച്ചതുപോലെ 99% കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിന് നന്ദി. നടക്കാത്ത കാര്യങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക, അതങ്ങനെയാണ് വേണ്ടത്. ആ ഒരു മൈൻഡ് സെറ്റപ്പിലേക്ക് എല്ലാവരും വരിക എന്നുള്ളത്, അതാണ് ഇമോഷണൽ ലിറ്ററസി എന്ന് പറയുന്നത്. അത് ഇന്ന് സമാജത്തിൽ വളരെ കുറവാണ്, നമ്മളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു.